പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ ഗുരുവായൂർക്ക് പോകണം എന്നുള്ളത്. രാത്രി ഒരു 10 മണിക്കാണ് തീരുമാനത്തിലെത്തിയത്. നാളെ നമുക്ക് രാവിലെ എണീറ്റ് ഗുരുവായൂർക്ക് പോകണമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം റെഡിയായി ഗുരുവായൂർക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഊബറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കലായിരുന്നു. അങ്ങനെ വണ്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ഗുരുവായൂർക്ക് പോവുകയാണ്. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് നടന്നിട്ടുണ്ട്. ഞങ്ങൾ പടിഞ്ഞാറേ നടയക്കോടെ ആയിരുന്നു കേട്ടോ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ജിമ്മിൽ അറിയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആളുടെ ഹസ്ബൻഡ് ഗുരുവായൂർ അമ്പലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. അതായത് നമുക്ക് ക്യൂ ഒന്നും നിൽക്കാണ്ട് സുഖമായിട്ട് ഭഗവാനെ തൊഴാനും അതേപോലെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ പോരാനൊക്കെ പറ്റിയത് ഇതാണ് കേട്ടോ ചേച്ചി. അപ്പോൾ നമ്മളിത് തൊഴുത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി തന്നെ നമുക്ക് പ്രസാദങ്ങളും എല്ലാ പായസങ്ങളും ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെണ്ണയും അതേപോലെ തന്നെ പഞ്ചസാരയും ഉണ്ടായിരുന്നില്ല. അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് 2 അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതേ പ്രസാദ കൗണ്ടറിൽ മേടിക്കാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മളിതേ കിഴക്കേനടയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൻ്റെ വിശേഷങ്ങളാണ് അതും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ അടുത്ത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം കൂടി നിന്ന് തൊഴുത് നമ്മൾ നേരെ ഈ വെച്ച് പിടിക്കണത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എവിടേക്കല്ല, പ്രിയങ്ക ഫാൻസിയിലേക്കാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം മാസത്തിൻ്റെ ചടങ്ങുകൾ ഇനി അടുത്ത മാസം തുടങ്ങുമല്ലോ, വളകാപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുപ്പി വളകളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ റീലിലും വീഡിയോസിലൊക്കെ കണ്ടതാണ് പ്രിയങ്ക ഫാൻസീനെ പറ്റിയിട്ട്. ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാണ്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്കാണ് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തി കഴിഞ്ഞാൽ നമ്മുടെ കിളി പൂട്ടോ എന്ന് വെച്ചാൽ അതുമാതിരി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. കണ്ടു കഴിഞ്ഞാൽ എല്ലാം മേടിക്കാൻ തോന്നും. ഒരു 3 സെറ്റ് വള മേടിക്കണം എന്നൊക്കെ വിചാരിച്ച് പോകുന്നത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഒരു 5-8 സെറ്റ് വളയൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിൽ നിന്നും ഓരോന്ന് മേടിക്കാൻ തോന്നും. അത്രയധികം കളക്ഷൻസും അത്രയും നമുക്ക് കൊതിയാവും കണ്ടു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ വലിയ റേറ്റ് എന്ന് പറയാനായിട്ടും ഇല്ല, നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ കുറേ മോഡൽ വളകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചുവിനും മീച്ചുവിനൊക്കെ വളയും മേടിച്ചു. അതേപോലെ തന്നെ പൊട്ട് അങ്ങനെ കുഞ്ഞ് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോരുമ്പോൾ നമ്മൾ ഊബറിലല്ല കേട്ടോ ട്രെയിനിലാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രെയിനിലിരുന്ന് നമ്മൾ ഓറഞ്ച് കഴിക്കണം. അപ്പോൾ നമ്മൾ ട്രെയിൻ എടുക്കണതിന് കുറച്ച് മുന്നേ കയറിയിട്ടുണ്ടായിരുന്നു. 1:30 ട്രെയിൻ എടുക്കണ്ടായിരുന്നേ. അതിന് മുന്നേ ഒരു 1:10 കഴിഞ്ഞപ്പോഴേ നമ്മൾ ട്രെയിനിൽ കയറി ഇരിക്കലായിട്ടുണ്ടായി. അപ്പോൾ ഇരുന്ന് വീട്ടിൽ നിന്ന് ഓറഞ്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് പോരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.